warahmatullahi wabarakatuh. Alhamdulillahilladzi wa'adal muttaqina bil jinan. Wassalatu wassalamu ala man ba'asahu Allahu rahmatan lil anam. Wa ala alihi wa sahbihi al-kiram, amma ba'd. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا. صدق الله مولانا العظيم. قال الله: أعددت لعبادي الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. صدق رسول الله. يا خاطر الهور الحسان وطالبا لجوارهم في جنة الرحمن. فاسمع صفات عرائس الجنات إن كنت ذا شوق إلى الإحسان. وعلموا أمة محمد صلى الله عليه وسلم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാർ, വേദിയിൽ ഉപവിഷ്ടരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഇൽമ് പഠിക്കാൻ അവസരം ലഭിച്ച നിങ്ങളുടെ മുമ്പിൽ, ഈ തൂവള്ളധാരികളായ ഈ മുതഅല്ലിമീങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, മൻ സലക ത്വരീഖൻ എന്ന അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഇൽമ് പഠിക്കുന്ന ആ ഒരു വഴിയിലൂടെ, ആ ഒരു പാതയിലൂടെ പ്രവേശിച്ചതായ നിങ്ങൾ, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വളരെ എളുപ്പം പ്രവേശിക്കുന്ന പാതയിലാണ് നിങ്ങൾ കയറിയിട്ടുള്ളത്. അല്ലാഹു തആല നാം ഏവരെയും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. സ്വർഗത്തിന്റെ അനുഭൂതികൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനിക്ക് അവിടുന്ന് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും സ്വർഗത്തിൻ്റെ പൂന്തോട്ടങ്ങളെക്കുറിച്ചും സ്വർഗത്തിൻ്റെ അരുവികളെക്കുറിച്ചും അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബത്തിനിക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനിക്ക് അവിടുന്ന് സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പറയുന്നു: ഓ സ്വഹാബാ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനിക്ക് അവിടുന്ന് സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പറയുന്നു: ഓ സ്വഹാബാ, ഇന്ന ഫിൽ ജന്നതി ലശജറ, സ്വർഗത്തിലൊരു മരമുണ്ട് സഹാബ, സ്വർഗത്തിലൊരു മരമുണ്ട് സഹാബ. ആ മരത്തിന്റെ വലിപ്പം എത്രയെന്നറിയുമോ?
ആ മരത്തിന്റെ വലിപ്പം എത്രയെന്നറിയുമോ? സ്വർഗത്തിലെ ഒരു തണൽ വൃക്ഷത്തിന്റെ വലിപ്പം. അള്ളാന്റെ റസൂല് തന്റെ സ്വഹാബത്തിന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓ സ്വഹാബ, സ്വർഗത്തിലെ ഒരു മരമുണ്ടല്ലോ, ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 വർഷം യാത്ര ചെയ്താലും ലാ യഖ്തഉഹാ, ആ മരത്തെ വിട്ടുകടക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂല് തന്റെ സ്വഹാബത്തിന് അവിടുന്ന് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം പറഞ്ഞു കൊടുത്തതാണ്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ 100 വർഷം ഒരു മനുഷ്യൻ സഞ്ചരിച്ചാലും ലാ യഖ്തഉഹാ, ആ മരം പോലും അവനെ കൊണ്ട് വിട്ടുകടക്കാൻ പറ്റൂല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ആ സ്വർഗത്തിന്റെ വലിപ്പം എത്ര വലുതായിരിക്കും? ഒരിക്കലും നമ്മുടെ ചിന്തയിൽ അതൊന്നും ഒതുങ്ങൂല. ഞാനൊരു സാമ്പിൾ പറയട്ടെ. അതിന മൻസിലത്തിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന വീടെന്നുള്ളത്, അള്ളാന്റെ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന വീടെന്നുള്ളത് അത് ദുനിയാ, അത് ഈ ദുനിയാവിന്റെ 2 ഇരട്ടിയാണ്. ഈ മഹലിന്റെ അല്ല, ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അല്ല, മറിച്ച് ഈ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും ലോ ക്ലാസ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാലാ ഐനുൻ റഅത് വലാ ഉസ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗം എന്നുള്ളത് ഒരാൾക്ക് പോലും പ്ലാൻ ചെയ്യാൻ പറ്റുന്നതല്ല. സ്വർഗം എന്നുള്ളത് നമുക്കൊരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ലോകത്ത് എത്രയെത്ര കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട്, എത്രയെത്ര മണിമാളികകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തെ അപേക്ഷിച്ച് അതൊന്നും വളരെ നിസ്സാരം മാത്രമാണ്. അല്ലാഹു തആല ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത്, അതാ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, സ്വർണത്തിൻ്റെ നാരുകൾ കൊണ്ട് നെയ്തെടുത്ത, സ്വർണത്തിൻ്റെ നാരുകൾ കൊണ്ട് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിച്ച മാലാകമാർ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതത്തിന്റെ വീടായ സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ യഥാ സ്വീകരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് നമ്മളെ ആനയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സ്വർഗത്തിൽ കാണുന്നത്? ആ സ്വർഗത്തിലേക്ക് എങ്ങാനും പ്രവേശിച്ചാൽ തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെണ്മയുള്ള തെളിനീർ ഒഴുകുന്ന നദികളതാ സ്വർഗത്തിൽ ഒഴുകുകയാണ്. പോരാ, നമ്മൾ ദുനിയാവിൽ എത്ര കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ ദുനിയാവിൽ എത്ര മണിമാളികകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിലെ കൊട്ടാരമുണ്ടല്ലോ, സ്വർഗത്തിലെ വീടുണ്ടല്ലോ, അത് കോൺക്രീറ്റ് കൊണ്ട് നിറക്കപ്പെട്ട വീടല്ല, അത് കോൺക്രീറ്റ് കൊണ്ട് നിറച്ച വീടല്ല. സ്വർഗത്തിലെ കൊട്ടാരം എന്നുള്ളത് അത് കസ്തൂരിയുടെ സിമന്റ് കൊണ്ട് നിറക്കപ്പെട്ട, അതാ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളെ കൊണ്ട് നിറക്കപ്പെട്ടതാ പണിതതായ സ്വർണം വീട്. കസ്തൂരിയുടെ സിമന്റ് കൊണ്ട് നിറക്കപ്പെട്ട, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളെ കൊണ്ട് പണിതതാണ് സ്വർഗത്തിലെ കൊട്ടാരം എന്നുള്ളത്. ആ സ്വർഗത്തിലെ മണ്ണ് പോലും സുഗന്ധം വമിക്കുന്ന കുങ്കുമമാണ്. എന്തൊക്കെയാണ് അല്ലാഹു തആല സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. പോരാ, അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദികളൊഴുകുന്ന സുന്ദരമായ പൂന്തോട്ടങ്ങളുണ്ട്. ആ തോട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ അതാ മനസ്സും ഹൃദയവും എന്ത് ശാന്തമാണ്. വാടാത്ത പുഷ്പങ്ങൾ, മധുരമുള്ള നല്ല നല്ല പഴങ്ങൾ അതാ സ്വർഗത്തിൽ അതിലുണ്ട്. മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും.
തഴവാ ഉസ്താദ് പറഞ്ഞതുപോലെ ആ സ്വർഗത്തിൽ നമുക്ക് വേണ്ടുന്ന പഴങ്ങൾ കഴിക്കാം. വഫാകിഹതിം മിമ്മാ യതഖയ്യറൂൻ, എന്ത് വേണമെങ്കിലും ആ സ്വർഗത്തിൽ കഴിക്കാം, എത്ര വേണമെങ്കിലും ആ സ്വർഗത്തിൽ കഴിക്കാം. ആ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് എണ്ണിപ്പറഞ്ഞാ തീരൂല. അള്ളാന്റെ റസൂലിനോട് ഒരു വൃദ്ധയായ മാതാവ് പറഞ്ഞു, അള്ളാഹുവിന്റെ നബിയെ, എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണം നബിയെ, എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ട് നബിയെ എന്ന് ഒരു വയസ്സായ ഒരു മാതാവ് എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് തമാശക്ക് പറഞ്ഞു, എൻ്റെ ഉമ്മ, വയസ്സന്മാർക്ക് സ്വർഗത്തിൽ നോ എൻട്രി, വയസ്സന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഉമ്മാക്ക് വല്ലാതെ വിഷമമായി. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു, എൻ്റെ ഉമ്മ, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് സങ്കടമുണ്ടാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എൻ്റെ ഉമ്മ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആര് കണ്ടാലും മോഹിക്കുന്ന, ആര് കണ്ടാലും ആകർഷിക്കുന്ന നല്ല യുവതിയായ സുന്ദരിയായിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ട നബിമാരുടെ സൗന്ദര്യമുണ്ടല്ലോ, അങ്ങനെയുള്ളതായ ആ സുന്ദരമായ സൗന്ദര്യത്തിലൂടെ 33 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരും യുവാക്കളുമായിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഈ പറഞ്ഞതൊന്നുമല്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് സർവ്വലോക രക്ഷിതാവായ, നമ്മെ പടച്ചു പോറ്റി വളർത്തിയ, നമുക്ക് ഭക്ഷണം നൽകിയ, നമുക്ക് ആരോഗ്യം നൽകിയ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കാണലാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. ഇന്നകും സതറ റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. അതാ 14 രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ നിങ്ങളതാ പടച്ച റബ്ബിനെ സ്വർഗത്തിൽ വെച്ച് കാണുമെന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭൂമിയിലെ കഷ്ടപ്പാടുകൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് സ്വർഗമെന്നുള്ളത്. കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത അത്ര മനോഹരമായ ആ ലോകം ഓരോ മനുഷ്യനും സ്വപ്നവും ലക്ഷ്യവുമാണ്. അല്ലാഹു തആല നാം ഏവരെയും ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.